ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി നെയ്പ്പത്തിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇടുന്നില്ല. അപ്പോൾ നെയ്പ്പത്തിൽ മാത്രം ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ പത്തിരിപ്പൊടി എടുത്ത് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ കുഴച്ച് വെക്കുക. ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെക്കുക കേട്ടോ. ഇനി കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് വേണം. അതായത് കുറച്ച് തേങ്ങ, നല്ല ജീരകം, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചതച്ചെടുക്കുക. ജീരകം സെപ്പറേറ്റ് ചതച്ചിട്ട് ഇടുക. കാരണം തേങ്ങയുടെ കൂടെ നമ്മൾ മിക്സിയിലിട്ട് ചതയ്ക്കുമ്പോൾ ചിലപ്പം അത് ചതഞ്ഞ് വരികയില്ല. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഈ അരിപ്പൊടിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴയ്ക്കുക. ചൂടാറിയ ശേഷം മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ ചെറിയ ഉരുളകളാക്കുക. ഇത് ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ തന്നെ ചെയ്യാം. ഒരുപാട് കട്ടിയല്ലാണ്ട് അതേപോലെ ഒരുപാട് നൈസായി പോവാണ്ട് ചെറിയ പൂരിയുടെ അത്ര നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ പരത്തിയെടുക്കുക. നമ്മൾ കയ്യിൽ ആദ്യം വെള്ളം നനച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, എന്നിട്ട് പാത്രം വെച്ചിട്ട് എണ്ണ ചൂടായ ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം, പത്തിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്, ഇത് എണ്ണയിലോട്ട് ഇടുമ്പം നമ്മുടെ കൈ നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ. കാരണം നമ്മൾ ആദ്യം കയ്യിൽ വെള്ളം ആക്കിയിട്ടാണല്ലോ ഉരുളയാക്കുന്നത്, അരിമാവ് ഉരുളയാക്കുന്നത്. അതിനുശേഷം ഇതിൽ എണ്ണയിലോട്ട് ഇടുമ്പോൾ നമ്മൾ കൈ നന്നായിട്ട് തുടക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള വെള്ളം എണ്ണയിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം എണ്ണ പൊട്ടിത്തെറിക്കാനും നമ്മുടെ കയ്യിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കൈ നന്നായിട്ട് തുടയ്ക്കണം. പിന്നെ ഇതിങ്ങനെ കണ്ടോ, സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ ഈ പത്തൽ എണ്ണയിലോട്ട് ഇട്ട ശേഷം പിന്നെ എന്ത് ചെയ്യണം, തീ കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഓവറായിട്ടും വേണ്ട കേട്ടോ. എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും. അതിനെന്ത് ചെയ്യുക, ഇത് എണ്ണയിലോട്ട് ഇട്ട ശേഷം നമ്മൾ കയ്യിൽ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ 4 സൈഡിലൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത്, അപ്പോൾ അതെന്ത് ചെയ്യുക, അത് നമ്മുടെ പൂരി പൊന്തുന്ന പോലെ പൊന്തി വരും. അതെന്ത് ചെയ്യുക, 2 സൈഡും നമ്മൾ മറച്ചിടുക. 2 സൈഡും ഈ ഒരു കളറാകുമ്പോൾ നമുക്കതെന്ത് ചെയ്യുക, എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കൊന്ന് കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണല്ലേ ഈ ഒരു നെയ്പ്പത്തിൽ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇത് അറിയലാന്ന് തോന്നുന്നു. പല നാട്ടിലും ഇതില്ലാന്ന് തോന്നുന്നില്ല. ഇങ്ങനെ നെയ്പ്പത്തിൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ കുട്ടികൾക്കും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് അടിപൊളി ടേസ്റ്റാണ്. അവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.